ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ എന്ന്. ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം, അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ അച്ഛൻ കിടക്കുന്നിടത്ത് താഴെയാണ് കേട്ടോ കിടന്നത്. വേറൊന്നുമല്ല, ഈ വീട്ടിലാകെ അച്ഛൻ കിടക്കുന്നിടത്ത് മാത്രമേ ഫാനുള്ളൂ. സാധാരണ ആ മുറി കിടക്കുമ്പോൾ എനിക്ക് ചൂടൊന്നും അടിക്കാറില്ല, ഇച്ചിരി കൂളിംഗ് ആണ് രാത്രിയായി കഴിയുമ്പം. പക്ഷേ ഇന്നലെയാണെങ്കിൽ ഞാനാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പാട്ടിട്ട് ഡാൻസ് കളിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂടായിരുന്നു, ആ മുറി കിടക്കാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അച്ഛൻ കിടക്കുന്നിടത്ത് ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അവിടെ കിടന്ന്. മിട്ടു ആണെങ്കിൽ മറ്റേ മുറി കിടക്കുമ്പോഴത്തേക്കിനും ഞാൻ കതക് തുറന്നാലേ മിട്ടുവിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ എണീച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് മിട്ടു ഇല്ല. പിന്നെ ഞാൻ കതകൊക്കെ തുറന്ന് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഉണ്ട് നമ്മുടെ ദിവാങ്കോട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഞാൻ മിട്ടുവിൻ്റെ അടുത്തിരുന്ന് മിട്ടുവിനെയും കളിപ്പിച്ച് കുറച്ച് നേരം മിട്ടുവിൻ്റെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ലൈവ് വരുമ്പോഴത്തേക്കിനും ചിലരൊക്കെ ചോദിക്കും മിട്ടു എന്തിയെന്ന്. ഒന്നാമത്തെ കാര്യം, ഞാൻ ലൈവ് വരുന്ന സമയത്ത് മിട്ടു ഒന്നെങ്കിൽ വെളിയിൽ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കിടന്ന് ഉറക്കമായിരിക്കും. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിട്ടുവിന് വയ്യാന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈവ് വരുമ്പോഴത്തേക്കിനും മിട്ടുവിനെ വലിച്ചു പൊക്കിക്കൊണ്ട് വരാത്ത. അതിന് വയ്യല്ലോ. പിന്നെ വയ്യാത്ത കാര്യം ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവൾ വയററിയാതെ അങ്ങ് ഫുഡ് കഴിക്കും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഫുഡ് കൊടുക്കുമ്പോഴത്തേനും വലുതായിട്ട് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വയററിയാതെ അങ്ങ് ഫുഡ് കഴിക്കും. നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറയുമായിരുന്നു മിട്ടുവിന് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഉണക്കമീൻ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവൾ തൊട്ടുപോലും നോക്കത്തില്ല. അവൾക്ക് പച്ചമീൻ ഉണ്ടെങ്കിലേ അവൾ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ അവൾക്ക് പച്ചമീനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും വയറ് നിറച്ച് ചോറുണ്ണും, പിന്നെ വയററിയാതെയും കഴിക്കും. 2-3 ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഇവളുടെ അവസ്ഥ കണ്ടിട്ട്. ഒരു ദിവസം നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വയ്യാഴുക, അതിൻ്റെ പിറ്റേ ദിവസം ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വയ്യാഴുക. അത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. എനിക്കിവളെ ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ മണിയില്ല. എൻ്റെ കയ്യിൽ എവിടുന്നേലും കുറച്ച് പൈസ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കും, എന്നിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ പല്ല് തേക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ കൂടെ മിട്ടു ഇറങ്ങിയിട്ടുണ്ട്. അവൾ നടക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കണ്ടോ, കാലിനൊട്ടും ബലമില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. കണ്ടില്ലേ, വീണ് പോകുന്ന പോലെ നടക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, കാലിനൊട്ടും അതുകൊണ്ട് മേളിലോട്ടൊന്നും കയറാൻ പറ്റാത്ത പോലെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടോ, ഒട്ടും ബലമില്ലാത്ത പോലെ. പിന്നെ ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങിയാണ്, പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല്ല് തേക്കാൻ നിൽക്കുന്നതിൻ്റെ അവിടുത്തെ സീനറിയുടെ കാര്യം. നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഫുള്ള് വലിയ റബ്ബർ മരമായിരുന്നു കേട്ടോ. അതെല്ലാം വെട്ടി ഇപ്പോൾ ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്ന് കാണിക്കാം. അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങ് റോഡാണ്, മേട്ടുംപുറം ആ ഭാഗം, ആ ഒരു ഏരിയയൊക്കെയാണ്. അത് മേട്ടുംപുറം പള്ളി കേട്ടിട്ടുണ്ടാവോ എനിക്കറിയത്തില്ല. ആ ഒരു ഏരിയ ആണത്. ഇവിടെ നിന്ന് എനിക്ക് നോക്കിയാൽ റോഡ് കാണാം, റോഡിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാം. പക്ഷെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയല്ലേ കാണാൻ, ഒരുമാതിരി നമ്മൾ ഗവിയിലൊക്കെ പോയി നിന്ന് നോക്കുന്ന ഒരു ഫീലാണ്. പിന്നെ ഞാൻ പല്ലേക്കാൻ ഇറങ്ങിയപ്പം എൻ്റെ കൂട്ടിന് മിട്ടും കൂടി ഇറങ്ങിയിട്ടുണ്ട്. വയ്യാങ്കിൽ എന്താ, ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകിന് നടക്കും. അത് കാണുമ്പോഴേ എനിക്ക് ഒന്നുകൂടെ വിഷമം വരുന്നത്. ചിലപ്പോൾ അവൾ വയ്യാതെ ക്ഷീണിച്ച് കിടക്കുമ്പോഴായിരിക്കും ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുന്ന കണ്ടാൽ വയ്യെങ്കിലും എൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വരും. പിന്നെ ഞാൻ അകത്ത് കയറി ചായയ്ക്ക് വേണ്ടിയിട്ട് പാല് വെച്ചു. പിന്നെ ഉണക്കമീൻ വെക്കുന്നത് മിട്ടുവിന് വേണ്ടിയിട്ടാണ്. കഴിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഉണക്കമീൻ വലുതായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ അങ്ങ് വെക്കുവാണ്. ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോഴത്തേക്കിനും റൂമിൽ മിട്ടുവിന് ചോറ് വെച്ചിട്ടില്ലായിരുന്നു. വേറൊന്നുമല്ല, ഒരുപാട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കാൻ പോവാണ്. പിന്നെ മിട്ടുവിനും ഞാൻ ചായ കൊടുത്തു. നേരത്തെ ഒന്നും മിട്ടു ചായ വലുതായിട്ട് കുടിക്കത്തില്ലായിരുന്നു കേട്ടോ. ചായയോ പാലോ ഒന്നും കുടിക്കത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം വേറെ പൂച്ചകളൊക്കെ വന്ന് ആ ചായയും പാലും ഒക്കെ കുടിക്കും. ഇതാണെങ്കിൽ അതൊന്നും കുടിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ ചെറുതായിട്ട് ചായയും പാലും ഒക്കെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ ജോലിക്ക് പോയേക്കുമായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ പച്ചമീൻ വാങ്ങിക്കൊണ്ടാണ് വന്നത്. മത്തിയായിരുന്നു. മത്തി ഞാൻ മുളക് വെച്ചിട്ടാണ് കറി വെച്ചത്. എന്നിട്ട് ചോറൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ വെച്ചു. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുള്ള് തിളച്ചു, അതിൻ്റെ വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ
കുറേ എരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എരിയൊക്കെ ഒന്ന് മാറാനായിട്ട് എണ്ണ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. മീൻ വെച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കിനും ഞാൻ പർപ്പിളിൽ നിന്ന് 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡെലിവറി ബോയ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീനിൻ്റെ ഇതൊക്കെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ആ ഒരു സാധനം വാങ്ങാനായിട്ട് പോയിക്കുവാണ്. അപ്പം നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ അച്ഛന് ചോറ് കൊടുത്തു. ഞാനും ചോറ് കഴിച്ചു. അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ചോറ് കഴിച്ചത് നല്ല ലേറ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അച്ഛനും മിട്ടും കൂടെ ഉച്ചയ്ക്കത്തെ ഉറക്കത്തിലാണ്. ഞാനും മിട്ടുവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. പക്ഷേ 5:30 ആയപ്പോഴത്തേക്കിനും ഞാനങ്ങ് എണ്ണിച്ച്. വേറൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് വിശന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഗോതമ്പ് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഗോതമ്പ് ദോശയും മീനിൻ്റെ ചാറും പിന്നെ പഞ്ചസാരയും കൂടി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടെ വേണം. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ വിചാരിക്കുമായിരിക്കും അയ്യേ ഇതെന്ത് കോമ്പിനേഷൻ എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ച് വന്നിട്ട് അടുത്തത് നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. അതായത് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് തൂക്കുവാണ്. അങ്ങനെ ഞാനവിടെ എല്ലാം തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം വിളക്കൊരുക്കാൻ. തൂത്തെല്ലാം വാരി കഴിഞ്ഞിട്ട് ഞാൻ വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വിളക്കൊന്ന് കഴുകണം. അപ്പം ഞാൻ വിളക്കും പിന്നെ ചെറിയ കിണ്ടിയും പിന്നെന്താ അതിൻ്റെ ആ ഒരു കിണ്ണമുണ്ട്, അതെല്ലാം കൂടെ നല്ല പോലെ കഴുകി. പിന്നെ ഞാൻ അവിടെ പോയി നിന്ന് പിച്ചുന്നതെന്ന് പറഞ്ഞാൽ തുളസി അവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു ഭാഗത്തേ നമുക്ക് നല്ലപോലെ വെയിൽ കിട്ടത്തുള്ളൂ. ഈ ചെടികൾക്കൊക്കെ ആണെങ്കിൽ വെയിൽ കിട്ടിയാലല്ലേ അത് നന്നായിട്ട് കിളിക്കത്തുള്ളൂ. അപ്പം അവിടെയാണ് തുളസി നട്ടേക്കുന്നത്. അപ്പോൾ തുളസി പറിക്കുവാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ വഴിയുടെ സൈഡിൽ ശിവനരുളി നിൽപ്പുണ്ട്. എന്നും ഞാൻ ഇതുപോലെ തുളസിയും ശിവനരുളിയും ഒക്കെ പറിച്ചിട്ടാണ് വിളക്ക് കത്തിക്കാറ്. അപ്പം ഞാൻ ശിവനരുളി പറിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ അരളിക്കകത്ത് പൂവ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എന്നും വിളക്ക് കത്തിക്കാനായിട്ട് വെക്കാൻ ആവശ്യത്തിന് മാത്രമേ ഇതിൽ പൂവ് ഉണ്ടാകത്തുള്ളൂ. ഇന്ന് ഞാൻ അതിലെ പൂവ് ഫുള്ള് വിളക്ക് കത്തിക്കാനുള്ളത് പറിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൽ പൂവൊന്നും കാണത്തില്ല. പിന്നെ നാളെ ആകുമ്പോഴത്തേക്കിനും വീണ്ടും വിളക്ക് കത്തിക്കാനുള്ള ആ ഒരു പൂ മാത്രം കാണും. അങ്ങനെ ഞാൻ വന്ന് വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാട്ട് പാടും കേട്ടോ. സന്ധ്യാനാമം ഒച്ചത്തിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാറാണ് പതിവ്. അത് കഴിയുമ്പോഴത്തേക്കിനും അപ്പ വരും. അപ്പയ്ക്ക് സീരിയൽ വെച്ച് കൊടുക്കും. ഞാനും കൂടെ ഇരുന്ന് കാണും. പിന്നെ ഇന്ന് മുതൽ ഞാൻ പുതിയൊരു പതിവ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. രാത്രി പല്ല് തേച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ പല്ലൊന്ന് ക്ലീനായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നത് നല്ലതല്ലേ. പക്ഷേ രാത്രി തേക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഒത്തിരി കട്ടിക്ക് തേക്കേണ്ട, പിന്നെ ഒരുപാട് നേരവും തേക്കേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ വായിലെ ആ ഒരു അഴുക്ക് പോകാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഒരു ശീലമുണ്ട്. പക്ഷേ എന്നും കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പല്ല് തേക്കുന്ന ദിവസം ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് തിന്നും. എനിക്കാണെങ്കിൽ പല്ല് തേക്കുമ്പോൾ തിന്നാൻ തോന്നും. അതുകൊണ്ടാണ് മിക്ക ദിവസവും ഞാൻ പല്ല് തേക്കാത്തത്. നമ്മൾ പല്ല് തേക്കുന്നത് എന്തിനാ? രാത്രി പല്ല് തേക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ആ ഒരു അഴുക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ എനിക്ക് പല്ല് തേക്കുമ്പോഴത്തേക്കിനും പിന്നെയും എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്നും പല്ല് തേപ്പ് അങ്ങ് നിർത്തിയത്. ഇനി മുതൽ എന്നും പല്ല് തേക്കണമെന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നത്. നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, നടത്തിയെടുക്കണം. പിന്നെ ഞാൻ വന്നിട്ട് മുടിയൊന്ന് ചെയ്യുന്നുണ്ട്. എനിക്ക് മുടി കെട്ടി വെക്കണമെന്നുണ്ട്. പക്ഷേ വേറൊന്നുമല്ല, ഞാൻ വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എന്നും ഈ ഒരു ടൈമിലാണ് കുളിക്കുന്നത്. കാരണം കുളിച്ച് വന്ന് വിളക്കൊരുക്കി വിളക്ക് കത്തിക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മുടി ഒട്ടും ഉണങ്ങിയിട്ടേ ഇല്ല. ഇതിനി വാരി പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ മറ്റേ കൊല അങ്ങനൊരു സംഭവമില്ലേ, അത് വരും. അതുകൊണ്ട് ഞാൻ ചുമ്മാ ചീകിയിട്ടതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ലിപ് ബാം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഡെർമാക്കോയുടെ 30 SPF 30 ഉള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ഫേസ് വിൻ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ദിവസവും തേക്കാറില്ല, ഒരു ദിവസം ഇടവിട്ടാണ് തേക്കാറ്. ഇന്ന് തേക്കുവാണെങ്കിൽ നാളെ തേക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് തേക്കാറ്.
നമ്മളിത് തേച്ചതിന് ശേഷം ചെറുതായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴുത്തിലും ഇത് തേക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഫേസിൽ മാത്രം തേക്കാതെ കഴുത്തിലും ചെവിയിലും ഒക്കെ കൂടി തേക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊരു കളറ്, ചെവിയിലൊരു കളറ്, കഴുത്തിലൊരു കളറ് അങ്ങനെ ആവും. അതുകൊണ്ട് ഫേസിൽ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെവിയിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഒരുമാതിരി കാച്ചല പൂച്ചല തേക്കരുതെന്ന് പറഞ്ഞാൽ താഴേക്കൊന്നും വലിച്ച് തേക്കരുത്. നമ്മൾ ഇങ്ങനെ മേളിലേക്ക് ജസ്റ്റ് സോഫ്റ്റായിട്ട് മാത്രമേ തേക്കാവൂ. നമ്മൾ താഴേക്ക് തേച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ താഴേക്ക് തേച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നമ്മുടെ കഴുത്തൊക്കെ തൂങ്ങിപ്പോവും. പിന്നെ ദാ അച്ഛൻ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ്. ഞാനും കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ഛൻ ഫുഡും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ടി വിയും കാണുക. അത് കഴിഞ്ഞ് ഇതാ അച്ഛൻ്റെ സെയിം പ്ലേസിലിരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പം ഉറങ്ങാനായിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. മിട്ടുവിനെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്നു. ഇന്നാണെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ മിട്ടുവിന് വിരയ്ക്കുള്ള മരുന്ന് വാങ്ങിപ്പിച്ചായിരുന്നു. അത് കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മിട്ടു ഭയങ്കര ക്ഷീണമായിട്ട് കിടന്നുറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു വിരയുടെ പ്രശ്നവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വയറ്റിൽ നിന്ന് ഗുളു ഗുളു ഗുളുവാന്ന് കേൾക്കുന്നു. അപ്പോൾ അച്ഛനെ വിട്ട് ഞാൻ വിരയുടെ മരുന്ന് വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ബൈ ബൈ.